ഈ നാട്ടുകാരെയാണ് പിന്നെ പറയേണ്ടത് ഈ കാര്യത്തിൽ. ഏതെങ്കിലും ഒരു ഇച്ചിരി ബോഡിയുള്ള ഒരു എസ് ഐ വന്ന് യൂണിഫോം ഇച്ചിരി വൃത്തിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു വീഡിയോ എടുത്ത് റീലാക്കുക, പിന്നെ ഇയാളെ അങ്ങ് സ്റ്റാർ ആക്കും. ഇഷ്ടമുള്ളവരുണ്ടോ? കേരള പോലീസിലെ സമർത്ഥന ഉദ്യോഗസ്ഥന് എന്ത് സാമർത്ഥ്യം നാട്ടുകാരെ പിടിച്ചിടിക്കുന്ന, വഴി നിൽക്കുന്ന പാവപ്പെട്ടവന്മാരെ പിടിച്ചിടിച്ച് ശൈലി കാണിക്കുന്ന ഈ വേറൊരു പിന്നെ എസ് ഐ ഉണ്ട്, ഒരു എസ് ഐ ഉണ്ട് ഇവിടെ. പിന്നെ ഇപ്പം ഇവിടെ ഏത് നാട്ടിലാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ പ്രധാന പരിപാടി അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമറമാൻ സ്വന്തമായിട്ടുണ്ട്. ആ ക്യാമറമാൻ ഉത്സവം നടക്കുമ്പോൾ ഉത്സവം, അതായത് ക്ഷേത്ര ഉത്സവങ്ങളിൽ ഇദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നടപ്പും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ വേണ്ടി ഒരു ക്യാമറമാൻ ഇദ്ദേഹം തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ ക്യാമറമാനെ വിളിച്ചു വരുത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇത് ഞാൻ പറയാൻ കാര്യം, ഒരുപാട് കാലം മുമ്പ് എൻ്റെ സ്ട്രിങ്ങറായിട്ടിരുന്ന എൻ്റെ സ്ട്രിങ്ങർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ പ്രാദേശിക റിപ്പോർട്ടറായിട്ട് ഇവിടെ നിന്നതാണ് ഈ ക്യാമറമാൻ. ഈ ക്യാമറമാനെയാണ് ഇദ്ദേഹം വിലക്കെടുത്ത് ഈ കാര്യം ചെയ്യിക്കുന്നത്. ഈ ക്യാമറമാൻ പോയി വിഷ്വൽ എടുക്കുക, എഡിറ്റ് ചെയ്യും, ഒരു അക്കൗണ്ട് ഉണ്ട്, അതിനകത്ത് കയറ്റി അങ്ങ് വിടും. അദ്ദേഹത്തിൻ്റെ പേരിലല്ല അക്കൗണ്ട്, എസ് ഐയുടെ പേരിലും അല്ല, ഈ ക്യാമറമാൻ്റെ പേരിലും അല്ല അക്കൗണ്ട്. ഇത് കയറ്റി അങ്ങ് വിടും. ഇത് കണ്ടിട്ട് നാട്ടുകാരൊക്കെ പോയി ഷെയർ ചെയ്യേക്കാം. ഇദ്ദേഹത്തിൻ്റെ കന്നന്തിരിവ് കാരണം അദ്ദേഹത്തെ രണ്ടിടത്തു നിന്ന് സ്ഥലം മാറ്റി കളഞ്ഞു. ഇതെന്നെ കയ്യിലിരിപ്പ് കാരണം രണ്ടിടത്തു നിന്ന് സ്ഥലം മാറ്റിയതാണ്. ആരെ കിട്ടിയാലും ഇടിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പ്രധാന പോളിസി.